നല്ലൊരു കേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആവുന്ന ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ അധികം കേക്ക് ഞാൻ ഫ്രോസ്റ്റ് ചെയ്യുന്നൊക്കെയല്ലേ കാണാൻ. ഇന്ന് നമുക്ക് കേക്ക് പൊളിച്ചെടുക്കുന്നത് കാണാം കേട്ടോ. ഇതെൻ്റെ ഒരു ഹോം ബേക്കർ ഫ്രണ്ട് തന്നൊരു ഓർഡർ കേട്ടോ. ആളെ വീട്ടിലെ കല്യാണത്തിന് ആൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള ഓർഡറാണ്. ഈ ഒരു കേക്കിൻ്റെ കൂടെ വേറൊരു കേക്കും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു 3 ടയർ കേക്ക് താഴെ 2 ഡമ്മിയും മുകൾ ഭാഗത്ത് മാത്രം കേക്കായിരുന്നു. പിന്നെ ഈ ഒരു കേക്കായിരുന്നു. ഇത് ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിൽ 2 kg വന്നിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു 2 കേക്കിനാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായി കേക്കൊക്കെ കേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് പണികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചൂട് കൊണ്ടൊക്കെ എന്തെല്ലോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടായി. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ കേക്കൊക്കെ നല്ല അടിപൊളിയായി സെറ്റാക്കി ഫോട്ടോ എടുത്ത് അങ്ങനെ നമ്മൾ കേക്ക് ഇത്ര സമയം കൊണ്ടെടുക്കാനൊക്കെ വരുമെന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈം അവർ നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ റേറ്റ് ചെയ്യാനുള്ള പേര് ഇതൊക്കെ അയച്ചൊക്കെ തന്നിട്ടുണ്ടായിനെ. അപ്പോൾ അതെല്ലാം ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വരുന്നത് അവരെ ഉമ്മാമ്മ മരണപ്പെട്ടു പോയി, കേക്ക് അവിടെ വെച്ച് ഞാൻ പിന്നെ വന്നിട്ട് കളക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടോ. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എത്രയോ സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ട് ചെയ്ത കേക്ക് പെട്ടെന്നൊരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്നൊരു സ്റ്റക്കായ പോലെ ആയിട്ടുണ്ടായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിട്ടില്ല. പിന്നെ ആളെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് എന്തായാലും നമ്മളൊരു ഹോം ബേക്കറല്ലേ, ഹോം ബേക്കേഴ്സിനെ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ മതി ആൾ കേക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്കെന്തോ ഒരു ഇത് എന്താ പറയുക, ഒന്നാമത് ഇത് ഫുൾ കേക്ക് അല്ല ഡമ്മിയും കൂടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കാണെങ്കിൽ കേക്കിന് വേറെ ഓർഡർ ഉണ്ട്. അപ്പോൾ ഓർഡറൊക്കെ വരുമല്ലോ അന്നേരം നമുക്ക് യൂസ് ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്തൊക്കെ നമ്മൾ അവരെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണ്ടല്ലേ. പിന്നെ മരണം നമുക്ക് എപ്പോൾ വരെ എന്താ വരെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവർ തന്നെ 3-4 ദിവസത്തെ നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട ഒരാളാട്ടോ ഞാൻ. അവരിതിൽ ലാസ്റ്റ് ടൈം ഇങ്ങനെ ലാസ്റ്റ് വൈകുന്നേരം ആയിട്ടാണ് മരിച്ചിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ കേട്ടപ്പം അതും കൂടി കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ.